രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് നടപടി. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നതിനിടെയാണ് ജയിലിലേക്ക് അയച്ചത്. തെളിവെടുപ്പ് പൂർത്തിയായതായി പോലീസ് കോടതിയിൽ അറിയിച്ചു. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടല്ലേ? സ്മൃതി, അങ്ങനെയാണ് കരുതിയിരുന്നത്. അല്പസമയം മുമ്പ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി സെഷൻസ് കോടതി എടുത്തിരുന്നു. പക്ഷേ വീണ്ടും രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെ 2-3 ദിവസം കൂടി തുടരുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം പോലീസ് റിപ്പോർട്ട് ഇതേവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച പരിഗണിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അതായത് സന്ദീപ് വാര്യർ ഇതേ കേസിൽ തന്നെ മുൻപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതും സമാനമായി പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. രാഹുൽ ഈശ്വറിന്റെ സമാനമായി തിങ്കളാഴ്ച തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച വരെ എന്തായാലും ജയിലിൽ തന്നെ തുടരും. അതിനുശേഷം മാത്രം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പ്രോസിക്യൂഷനും പറയുന്നത്. രാഹുലുമായിട്ടുള്ള പൂർണ്ണമായും തെളിവെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്ന രാഹുലിനെയും കൊണ്ട് വീണ്ടും കസ്റ്റഡി ലഭിച്ചപ്പോൾ പോലീസ് തെളിവെടുപ്പിന് പോയി. ആ സമയത്ത് ഈ അതിജീവിതയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ക്യാമറയും ലാപ്ടോപ്പും ഐപാഡും അടക്കമുള്ള ചില ഉപകരണങ്ങൾ കൂടി പിടിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ട്. രാഹുലിന്റെ വീട്ടിൽ നിന്നും ടെക്നോ പാർക്കിലെ ഓഫീസിൽ നിന്നുമാണ് ഇവ കണ്ടെടുത്തത്. അതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയൊക്കെ അടക്കം ഇനി നടക്കും. പക്ഷേ അതേസമയം തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന ഘട്ടത്തിൽ അതിനെ ഇനി എതിർക്കില്ല എന്ന് കൂടിയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. കാരണം രാഹുലിനെ കസ്റ്റഡിയിൽ ആദ്യഘട്ടത്തിൽ നിസ്സഹകരണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ജാമ്യം കിട്ടാതെ വന്നതോടുകൂടി, സെഷൻസിൽ നിന്ന് ജാമ്യം തള്ളിയതോടുകൂടി രാഹുൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുകയും നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്ന് രാവിലെയുമായി നടത്തിയ തെളിവെടുപ്പിൽ പൂർണ്ണമായിട്ടും ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ തിങ്കളാഴ്ച പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ അതിനെ എതിർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതേ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ, ഒപ്പം തന്നെ കേസിലെ മറ്റു പ്രതികൾ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ എല്ലാം തന്നെ തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നത്. രാഹുൽ ഈശ്വറിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം കോടതി നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തോട് സഹകരിക്കാതെ ഈ നിരാഹാര സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നീട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുന്ന ഒരു രീതിയിൽ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ തള്ളാനുള്ള കാരണമായി അന്ന് കോടതി ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. കാരണം മറ്റു പ്രതികളും സമാനമായിട്ടുള്ള രീതിയിലുള്ള തന്ത്രങ്ങൾ ഈ ജയിലിലാകുമ്പോൾ നടത്തും. അതും കോടതി അംഗീകരിക്കേണ്ടി വരും. അത്തരത്തിലൊരു പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് ആ നിരാഹാര സമരം പിൻവലിക്കേണ്ടി വന്നു. അത് പിൻവലിച്ചതിന് ശേഷമാണ് സെഷൻസ് കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകിയത്. അതാണ് ഇന്നിപ്പോൾ പരിഗണിക്കാൻ എടുത്ത സമയത്ത് പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി വൈദ്യപരിശോധനയും കഴിഞ്ഞ് കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കി തുടർന്ന് ജയിലിലേക്ക്, അതായത് റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജയിലിലേക്ക് വിട്ടിട്ടുണ്ട്. ഞായറാഴ്ച വരെ അവരെ തുടരും. തിങ്കളാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ മാത്രമായിരിക്കും രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന. സ്മൃതി, ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.